ഞാൻ ശരിക്കും വിറങ്ങലിച്ച് നടുങ്ങി. ദൈവമേ, എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് തെറ്റ് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നത്, വ്യാജമായത് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നത് ദൈവമാണോ പിശാചാണോ? സാമാന്യ അർത്ഥത്തിൽ അതായത് ഒരു കാര്യം തെറ്റ്, നുണ വിശ്വസിക്കാൻ ഏദൻ തോട്ടം മുതൽ നുണ വിശ്വസിക്കാൻ ആദി മനുഷ്യരെ പ്രേരിപ്പിച്ച ആ കാലം മുതൽ നുണ വിശ്വസിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിശാചാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ബൈബിളിൽ നമ്മളെ നടുക്കി കളയുന്നൊരു പരാമർശമാണിത്. വ്യാജമായത് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം പിശാചെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടാണ് നമ്മൾ ദൈവമക്കൾ ഭയപ്പെടേണ്ടത്. ഇവിടാണ് പിശാചെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ആരാണ്? തെറ്റ് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ആരാണ് ഉണർത്തുന്നത്? ദൈവം ഉണർത്തുമെന്ന്. ആ ദൈവം അവരിൽ ഉണർത്തുമെന്ന് പറഞ്ഞാൽ അവരിൽ ആരുണർത്തും? തെറ്റ് വിശ്വസിക്കാൻ ആര് പ്രേരിപ്പിക്കുമെന്നാ പറഞ്ഞേ? ചേച്ചി, എനിക്ക് ഇത് ചേച്ചി പറയുന്ന പോലെ തന്നെ വിഷമമുണ്ടായിരുന്നത് വായിച്ചപ്പോൾ. ഇത് ആര് ഇത് എഴുതിയിരിക്കുന്ന വചനം നിങ്ങൾ വചനമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ. കോനെ, ആര് ആരാണ് ഈ തെറ്റ് വിശ്വസിക്കാൻ അങ്ങനെ ഒരു മിഥ്യാബോധം അവരിൽ ഉണർത്തും? ആര്? ദൈവമെന്ന്. എൻ്റെ ദൈവമേ, ദൈവം ഉണർത്തുമെന്ന്. വ്യാജമായ, നിങ്ങൾ ഒന്നുകൂടെ വായിച്ചോ, സംശയമുള്ള ആരെങ്കിലും ഉണ്ടേ ഒന്നുകൂടെ വായിച്ചോ. ഞാൻ പലതവണ വായിച്ചോ, നിങ്ങൾ വായിച്ചോ. വ്യാജമായത്, അതായത് തെറ്റ് വന്നിട്ട് ഈ എതിർ ക്രിസ്തുവിൻ്റെ അരൂപി തെറ്റ് വന്ന് പഠിപ്പിക്കുമ്പോൾ ആ തെറ്റ് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രതീതി ആരുണർത്തും? നിങ്ങൾ പറഞ്ഞ പേടിക്കൊന്നും വേണ്ട, ആരുണർത്തും? അപ്പോൾ ദൈവം ഈ ആളുകളിൽ, ഈ ജനത്തിൽ അങ്ങനെ ഒരു പ്രതീതി ഉണർത്തും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എങ്ങനെയുള്ള മനുഷ്യരിലാണ് ഈ തെറ്റ് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന മിഥ്യാബോധം ദൈവം ഉണർത്തുന്നത്? അതായത് ദൈവം തന്നെ അങ്ങ് കൈവിട്ട് കളയും. അവർ ഈ തെറ്റ് വിശ്വസിക്കട്ടെ എന്ന് ദൈവം തന്നെ അങ്ങ് ചിന്തിക്കും. ആരിലാണ്? നിങ്ങളിത് ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഈ കാക്കിരി പൂക്കിരി കേട്ടിട്ട് പോയാൽ പോരാ. നിങ്ങളിത് ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ ആത്മരക്ഷയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു കൂട്ടം ആളുകൾ, വചനം പറയുകയാണ്, ഒരു കൂട്ടം ആളുകൾ, ആ ആളുകളിൽ ദൈവം തമ്പുരാൻ തന്നെ ഒരു മിഥ്യാബോധം ഉണർത്തും. തെറ്റ് വിശ്വസിക്കുക. നിങ്ങൾ തെറ്റ് വിശ്വസിച്ചോ, നിങ്ങൾ എന്നാ വേണേലും വിശ്വസിച്ചോ, എന്നിട്ട് ആ വഴിക്ക് പൊക്കോ, പോയി നശിച്ചോ. അങ്ങനെ ദൈവം അവരിൽ ഉണർത്തും. അതാരാണെന്നറിയാമോ? അതായത് വളരെ സൂക്ഷിച്ച് ഞാൻ വായിക്കുന്നത് കേൾക്കുക. സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ച് പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതി. അല്ലെന്നറിയാമോ? അതായത് നിങ്ങളിത് ശ്രദ്ധിക്കണം. അത് ഈ അരൂപി ഇപ്പോൾ സഭയിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ശ്രദ്ധിക്കണം. അതായത് ഒരു കൂട്ടം ആളുകൾ, അവർക്ക് എന്ത് മതി? സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാനുള്ള ഒരു സുവിശേഷം വേണ്ട. ഒരു കൂട്ടം ആളുകൾ, അവർക്ക് എന്ത് മതി? അവർക്ക് ഈ വചനം എത്ര തവണ എഴുതിയാൽ സൗഖ്യം കിട്ടും, അത് മതി. അവർക്ക് ഈ വചനം എത്ര തവണ ചൊല്ലിയാൽ സൗഖ്യം കിട്ടും, അത് മതി. അവർക്ക് ഏത് വചനം ആവർത്തിച്ച് ചൊല്ലിയാൽ കാനഡയ്ക്ക് പോകാം, അത് മതി. അല്ലാതെ ഈ വചനം വായിച്ച് യേശുവിനെ അറിഞ്ഞ് യേശുവിൽ ആഴപ്പെട്ട് യേശുവിനോട് ഐക്യപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കുന്ന ഒരു സുവിശേഷം വേണ്ടാത്തവർ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവരിൽ തെറ്റ് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ഉണർത്തുന്നത് പിശാചല്ല, ദൈവമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവര് ഈ അന്തിമ പരീക്ഷണ ഘട്ടത്തിൽ വഴിതെറ്റിക്കപ്പെടും. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അതായത് ദൈവവചനത്തെ കച്ചവടത്തിനുള്ള സാധനം മാത്രമാക്കിയ ആളുകൾ, ദൈവവചനത്തെ ബ്രദറെ ഈ വചനം എത്ര തവണ എഴുതിയാൽ ജോലി കിട്ടും, അല്ലെങ്കിൽ അച്ഛൻ പറയുകയാണ് ഈ വചനം 100 തവണ നിങ്ങൾ എഴുതുക, നിങ്ങളുടെ ആ കാര്യം നടക്കും. ഇങ്ങനെയുള്ള ഒരു അരൂപി, മനസ്സിലായോ? ബൈബിൾ വായിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമുക്ക് കുറച്ച് വചനം കിട്ടിയാൽ ആ വചനം മാത്രം കാണാതെ ഒരു 100 തവണ പറഞ്ഞിട്ട് നമുക്ക് ഈ കാര്യം നടത്താം. അല്ലാതെ വചനം വായിക്കില്ല. ഉറങ്ങാണോ? ഇങ്ങോട്ട് വന്നോണ്ടല്ലോ, ഉറങ്ങാണോ? ഞാൻ ഇങ്ങോട്ട് നോക്കി ഉറങ്ങാണോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരാൾ ഉറങ്ങിയതാണ് എൻ്റെ അർത്ഥം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം. അതായത് ഈ അരൂപി ഇപ്പോൾ ഉണ്ടോ നമ്മുടെ ഇടയിൽ? ഉണ്ടോ? നിങ്ങൾ പറ, ഉണ്ടോ?
യെസ് ഓർ നോ? അതായത് കാര്യസാധ്യത്തിനുള്ള വചനം മതി, കാര്യസാധ്യത്തിനുള്ള പ്രാർത്ഥന മതി, കാര്യസാധ്യത്തിനുള്ള ഭക്തി മതി. അല്ലാതെ അടങ്ങിയിരുന്ന് ദൈവവചനം വായിക്കാനോ പഠിക്കാനോ മനസ്സില്ലാത്ത ഒരു കൂട്ടം വളർന്നു വരുന്നുണ്ട്. യെസ് ഓർ നോ? അവർക്ക് എന്താ സംഭവിക്കാൻ പോണേ? ഒടുവിൽ അവർ തെറ്റ്, ഈ എതിർ ക്രിസ്തു പഠിപ്പിക്കുന്ന സകല തെറ്റും അവർ വിശ്വസിക്കും. സത്യം വിശ്വസിക്കാൻ അവർക്ക് പറ്റില്ല. അവരുടെ ഹൃദയം അടഞ്ഞു പോകും. അതായത് ദൈവവചനത്തെ ഈ ലോകത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമീപിക്കുന്ന ഒരു ജനത ഈ അന്തിമ പരീക്ഷണ ഘട്ടത്തിൽ നുണ വിശ്വസിച്ച് നുണയുടെ പിതാവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ദൈവമക്കള് അറിഞ്ഞിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവവചനം സത്യസന്ധമായിട്ട് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താ? അത് ഈ വചനം നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ എന്താ, ആർക്കാണ് വഴിതെറ്റുന്നത്? വചനം അറിയാത്തവന് വഴിതെറ്റും. വചനം അറിയാത്തവന് വഴിതെറ്റും. വചനം അറിയാത്തവന് വഴിതെറ്റും. വചനം ശ്രദ്ധിക്കാത്തവന് വഴിതെറ്റും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് ഇതാ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം പറയുന്നു, പരിശുദ്ധ അമ്മ പറയുന്നു, വിശുദ്ധർ പറയുന്നു, മിഖായേൽ പറയുന്നു, അന്തോണീസ് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വരും. ഇതാ ഇവിടെ ക്രിസ്തു, അവിടെ ക്രിസ്തു, ഇതാ ഇവിടാണ്, ഇതാണ് അഭിഷേകം, അതാണ് അഭിഷേകം, ഇതാണ് അഭിഷേകം എന്ന് പറഞ്ഞ് 100 പേര് വരും. വരുന്ന സമയത്ത് എൻ്റെ ചോദ്യം, ഏതാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമെന്ന് ഒരു ദൈവ പൈതൽ എങ്ങനെ അറിയും? എങ്ങനെ അറിയും? എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ ഇന്ന് രാത്രി, ഇന്ന് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തിന് പോകും. ഇന്ന് ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് ഒരാസമയത്ത് തിരുവനന്തപുരത്ത് എത്തും. രാത്രി 2 മണിയാണെന്ന് കൂട്ടിക്കോ. ഞാൻ രാത്രി 2 മണിക്ക് എൻ്റെ അപ്പനും അമ്മയും താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ ചെല്ലും. അവിടെ ചെന്നിട്ട്, ഉദാഹരണമാണ്, ഞാൻ ഇന്ന് രാത്രി അങ്ങോട്ടൊന്നുമല്ല പോണത്, ഉദാഹരണം. അപ്പോൾ അവിടേക്ക് ഞാൻ ചെല്ലുന്നു. ചെന്നിട്ട് ഞാൻ വിളിക്കുന്നു, അമ്മ. കതകിന് തട്ടി വിളിക്കുകയാണ്, അമ്മ, അമ്മോ. ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മ അകത്ത് നിന്നുകൊണ്ട് പറയും, കള്ളൻ, കള്ളൻ, നാട്ടുകാരെ ഓടി വരണേ, കള്ളൻ എന്ന് പറയുമോ? പറയുമോ? നിങ്ങൾ പറ. എന്തുകൊണ്ട് പറയില്ല? ഉടനെ എൻ്റെ അമ്മ അകത്ത് നിന്ന് പറയും, അയ്യോ മോനെ, എന്ത് ഈ സമയത്ത് എന്ന് ചോദിച്ചിട്ട് വന്ന് കതക് തുറക്കും. അകത്ത് ചോദിക്കും, അതാ മോൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയും. എൻ്റെ ചോദ്യം, രാത്രി ആ സമയത്ത് കുറ്റാക്കൂരിട്ട് ബോധവും വെളിവില്ലാതെ മനുഷ്യൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ചെന്ന് എൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ എൻ്റെ അമ്മ ഞാനാണ് പുറത്തെ ഇരുട്ട് നിൽക്കുന്നതെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? പറയൂ, എന്നോട് പറയൂ, തൃശ്ശൂർക്കാരെ നിങ്ങൾ പറയൂ. എൻ്റെ സ്വരം കേട്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇത് ഞാനാണെന്ന്. സ്വരം കേട്ടപ്പോൾ. എൻ്റെ ചോദ്യം, എൻ്റെ സ്വരം കേട്ടപ്പോൾ അത് ഞാനാണെന്ന് എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? പറ 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 പന്നൊക്കെ തിന്നല്ലേ, പറ. അതാണ് കാര്യം. എന്താണ്? 1000 തവണ എൻ്റെ സ്വരം അമ്മ കേട്ടിട്ടുള്ളത് കൊണ്ട് എൻ്റെ അമ്മയ്ക്കറിയാം ഇതെൻ്റെ മകനാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? എൻ്റെ സ്വരം ഒരുപാട് തവണ ആവർത്തിച്ച് എൻ്റെ അമ്മ കേട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി ഇത് ഞാനാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? നിങ്ങൾക്കത് മനസ്സിലായോ? ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി. എന്താണ്? ഒരു കാര്യം ദൈവമാണ് പറയുന്നതെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇത് ദൈവത്തിൻ്റെ സ്വരമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും മുമ്പിൽ നിൽക്കുമ്പോൾ, ഇത് ദൈവമാണോ പിശാചാണോ അന്ത്യക്രിസ്തുവാണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വരം ഫെമിലിയർ അല്ലെങ്കിൽ, പരിചിതമല്ലെങ്കിൽ നിങ്ങൾക്ക് വഴിതെറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം കഴിഞ്ഞ 10,000 വർഷങ്ങളായി മാനവകുലത്തോട് സംസാരിച്ചത് മുഴുവൻ, ആ സ്വരം മുഴുവൻ കെട്ടി ബൈൻഡ് ചെയ്ത് തുന്നിക്കെട്ടി പുസ്തകമാക്കി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ സ്വരം വായിച്ച് പരിചയമില്ലാത്ത സകലരും ഈ അന്തിമ പരീക്ഷണ ഘട്ടത്തിൽ വഴിതെറ്റിക്കപ്പെടും. മനസ്സിലായോ? ദൈവവചനം അറിയാത്തവർ ഈ സ്വരത്തെ ഇത് ദൈവത്തിൻ്റെ സ്വരമാണെന്ന് തെറ്റിദ്ധരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ചക്കയും മാങ്ങയും നോക്കിയിരിക്കാതെ, മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വരം എന്താണെന്ന് തിരിച്ചറിയണം. ദൈവമാണോ സംസാരിക്കുന്നത് അത് തിരിച്ചറിയണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്, നിങ്ങൾ ഗൗരവതരമായ വചന വായനയിലേക്ക് മടങ്ങി വരണം. നിങ്ങൾ അടങ്ങിയിരുന്ന് വചനം വായിക്കണം. ഈ വചനം വായിച്ചാൽ എനിക്ക് ജോലി കിട്ടുമോ, കല്യാണം നടക്കുമെന്ന് ഓർത്ത് അതൊക്കെ അത് തെറ്റാണോ? തെറ്റല്ല. അതൊന്നും തെറ്റല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ ഉടനെ അത് തെറ്റാണോ? തെറ്റല്ല. അല്ലേ? ആരെങ്കിലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉടനെ തെറ്റാണോ? തെറ്റല്ല. അതെല്ലാം തുടക്കമാണ്, തുടക്കം. അതിനപ്പുറത്ത് ഈ സൗഖ്യം കിട്ടിയവർ, സമാധാനം കിട്ടിയവർ, അനുഗ്രഹം കിട്ടിയവർ മുഴുവൻ കർത്താവുമായിട്ടുള്ളൊരു ആത്മബന്ധത്തിലേക്ക് വളരാനുണ്ട്.